നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടുംപിടുത്തം തുടർന്ന് ഇറാൻ. ജന്മാവകാശ പൗരത്വ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. രാജ്യത്ത് ജനിച്ച കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്നത് തടഞ്ഞ ഉത്തരവ് സുപ്രീം കോടതി തള്ളി. ഭരണഘടനയുടെ 14ാം ഭേദഗതി ശരിവെച്ച് കോടതി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജപ്പാൻ ഇന്ത്യ സംയുക്ത സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കും. സനൈ തകായിച്ചി എത്തിയത് അധികാരമേറ്റതിനു ശേഷം ആദ്യം. ധനബില്ല് പാസാക്കാൻ നിയമസഭ ഇന്ന് പാസാക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ലും പാസാക്കി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രവേശന പരീക്ഷകൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന്. നീറ്റ് UG പുനഃപരീക്ഷയുടെ നടത്തിപ്പും ഭരണപരമായ കാര്യങ്ങളും ചർച്ചയാകും. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നടപടി. സുഗതനെ ജാമ്യത്തിലിറക്കാൻ ശ്രമം തുടർന്ന് BJP. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 2 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗർത്തം രൂപപ്പെട്ട ചേർത്തലയിലെ ദേശീയപാതയിൽ ഇന്ന് പരിശോധന. ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സന്ദർശിക്കും. ഗർത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. DMK സഖ്യം വിട്ട പാർട്ടികളെ അണിനിരത്തി പുതിയ സഖ്യത്തിന് വിജയ്. VCK, കോൺഗ്രസ്, CPM, CPI, ലീഗ്, MDMK പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച. ലോകകപ്പിൽ മിന്നും പ്രകടനം തുടർന്ന് ഫ്രാൻസ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ സ്വീഡനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ. ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിലേക്ക്. വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. US ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാലേ അന്തിമ ചർച്ചകൾ നടക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഖാലിബാഫ് പറഞ്ഞു. അതിനിടെ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഷെഡ്യൂള് പുറത്തുവന്നു. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും ചടങ്ങുകൾ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുക്കുമെന്നാണ് വിവരം. അജയ് സുധാപിച്ചുകൊണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഈ US-ഉം ഇറാനും തമ്മിലുള്ള ഈ പ്രത്യാക്രമണങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ പോലും ഒരു ധാരണയിലെത്താൻ ഇപ്പോഴും കഴിയാത്തത് ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ? ഇപ്പോൾ ഈ ഖത്തറിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടക്കുമെന്ന് കരുതിയെങ്കിൽ പോലും അതും സംഭവിച്ചില്ല. ഇതിനി നീളുവാണോ? ദോഹയിൽ ഇപ്പോൾ എന്തായാലും അമേരിക്കൻ പ്രതിനിധികളും അതുപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികളും തുടരുന്നുണ്ട്. പക്ഷേ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു ഔദ്യോഗിക ചർച്ച ഇല്ല എന്ന് തന്നെയാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ആണെങ്കിലും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി ആണെങ്കിലും ഇക്കാര്യം എടുത്തു പറഞ്ഞതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ദോഹ സന്ദർശനം ഉണ്ടെങ്കിലും ഇത് അമേരിക്കൻ പ്രതിനിധികളോട് ചർച്ച ചെയ്യാനല്ല എന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന കാര്യവും അതുപോലെ ഈ കരാർ വ്യവസ്ഥയിലുള്ള മറ്റ് ഉപാധികളും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതികൾ വിലയിരുത്താനാണെന്നുമായിരുന്നു ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗിയാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുമായി ഇനി എന്തെങ്കിലും തരത്തിൽ
ഇത്തരത്തിലുള്ള ചർച്ച നടത്തണമെങ്കിൽ ആദ്യം US-മായി നിലവിൽ ഒപ്പിട്ടിരിക്കുന്ന 14 ധാരണാപത്രത്തിലുള്ള ചില പ്രധാന വ്യവസ്ഥകൾ നടപ്പിലാക്കണം. ഏറ്റവും കുറഞ്ഞത് 5 വ്യവസ്ഥകളെങ്കിലും നടപ്പിലാക്കണമെന്നാണ് MP ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ എണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി അമേരിക്ക അനുമതി നടത്തിയിരുന്നു. അപ്പോൾ ഈ എണ്ണ കയറ്റുമതിക്ക് എത്രയും വേഗം തന്നെ അനുമതി നൽകണം, അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ സ്വത്തുവകകൾ എത്രയും വേഗം വിട്ടു നൽകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ലെബനന്റെ വിഷയവും ഇറാൻ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെബനനിൽ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും അവിടെ ആക്രമണം തുടരുകയാണ്. അതുകൊണ്ട് ലെബനിലുള്ള ഇസ്രായേൽ അധിനിവേശം എത്രയും വേഗം നിർത്തലാക്കണം എന്നുള്ള ഒരാവശ്യവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ അവസാന ഒരു അന്തിമ സമാധാന കരാറിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് തങ്ങൾ കടക്കൂ എന്നാണ് ഇറാന്റെ നിലവിലുള്ള നിലപാട്. US-നെ പ്രതിനിധീകരിച്ച് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറുമാണ് ഇപ്പോൾ ഖത്തറിലെത്തിയിട്ടുള്ളത്. ഇരുവരും ഖത്തറിന്റെ പ്രധാനമന്ത്രിയുമായിട്ടും വിദേശകാര്യമന്ത്രിയുമായിട്ടുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോൾ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഒരു പേർഷ്യൻ തന്ത്രമാണെന്നാണ് US-ന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നേരിട്ട് കണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും നടക്കുന്നില്ല എങ്കിലും ടെക്നിക്കലായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരുമെന്നും ഇതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് US-നാണെന്നും JD വാൻസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ജൂലൈ 4 മുതൽ 9 വരെ തീരുമാനിച്ചിട്ടുള്ള ആ ചടങ്ങുകളുടെ മൊത്തം ഷെഡ്യൂൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന് പുറമെ ഇറാഖിലുള്ള ചില പുണ്യസ്ഥലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ച് പൊതുദർശനം അതുപോലെ മറ്റ് പൂജകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജൂലൈ 3-ാം തീയതി, അതായത് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നത് ജൂലൈ 4-നാണ്. അതിന് ഒരു ദിവസം മുൻപ് വിദേശകാര്യമന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇറാനിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രത്യേക ഒരു ട്രിബ്യൂണൽ പൂജ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇറാൻ ക്ഷണിച്ചിരുന്നത്. പക്ഷേ നരേന്ദ്രമോദി ജൂലൈ 6 മുതൽ 9 വരെ ഒരു വിദേശ സന്ദർശനത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ ക്ഷണം അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഹാർ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരിറ്റയുമായിരിക്കും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത്. അവസാനം അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള അലി ഖമനയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും പൂർണ്ണമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആയത്തുള്ള അലി ഖമനയുടെ മകനായിട്ടുള്ള മുജിതബ ഖമനയി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമോ എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉയർത്തുന്ന ഒരു ഘടകമാണ്. അജയ്, അത് വ്യക്തമാണ്. മുജിതബ ഖമനി എത്തുമോ എന്നുള്ളത് വളരെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം പബ്ലിക് അപ്പിയറൻസസ് അങ്ങനെ നടത്തിയിട്ടുമില്ല. പക്ഷെ ഒരു ചോദ്യം ഇവിടെ ഈ അന്തിമ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണല്ലോ. കാരണം ഇപ്പോൾ ജൂൺ 17-നാണല്ലോ ഈ ഇടക്കാല കരാർ എന്നുള്ള രീതിയിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നത്. ആ സാഹചര്യത്തിൽ 60 ദിവസമാണ് അവർ വെച്ചിരിക്കുന്ന കാലാവധി. ജൂൺ 17-ൽ നിന്ന് ഇന്ന് നോക്കുമ്പോഴേക്കും ജൂലൈ 1-ാം തീയതി ആയിട്ടുള്ളൂ. ദിവസങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ഇറാൻ്റെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ വൈകിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പേർഷ്യൻ തന്ത്രമാണെന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ മാനദണ്ഡങ്ങൾ കൃത്യമാക്കുക, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്നു, ഇതിനകത്ത് കൂടുതൽ സങ്കീർണമാവുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടോ ഈ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ? കാരണം നമ്മൾ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിലുമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഇറാൻ ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പല മേഖലകളും തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരാനാണ്. ഇതിനു മുൻപേ നമുക്കറിയാം, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയായിരുന്നു. അവിടെ ഒരു രാജ്യത്തിൻ്റെയും പ്രത്യേക അധികാര പരിധി ഇല്ലായിരുന്നു. പക്ഷേ ഈ കരാറിൽ തന്നെ അമേരിക്കയുമായി ഒപ്പിട്ട 14 ധാരണാപത്രത്തിൽ തന്നെ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷ അത് ഇറാനും ഒമാനും ചേർന്ന് നിർവഹിക്കണം എന്നുള്ളതാണ്. അതായത് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ തുടരുന്നതുവരെ. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് ഹോർമുസ് എന്ന് പറയുന്നത് ഇറാന്റെ അധികാര പരിധിയുടെ ഒരു നിർണായക ഘടകമാണെന്നാണ്.
അപ്പോൾ ഈ ഹോർമുസിൽ തങ്ങളുടെ പിടിമുറുക്കി ഇറാന്റെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള പല ഉദ്ദേശങ്ങളും ഇറാന് ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കാരണം തന്നെയാണ് ഹോർമുസിൽ ഇറാന്റെ നിർദ്ദേശമനുസരിച്ച് പോകാത്ത ചില കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതുമാത്രമല്ല, ഇപ്പോഴും കടലിൽ പല ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള സീമൈനുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലുകൾ കൂടുതലായി കടന്നു പോകുന്നത് ഒമാൻ തീരത്ത് കൂടിയാണ്. ഇറാന്റെ പരിധിക്കുള്ളിലോ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിന്റെ മധ്യത്തിലൂടെയോ കടന്നു പോകാൻ പല കപ്പലുകളും ഇപ്പോഴും തയ്യാറായിട്ടില്ല. സ്വതന്ത്ര ഗതാഗതം ഇപ്പോൾ ഉണ്ടെങ്കിലും കൂടുതൽ ഒമാൻ തീരത്തിലൂടെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരത്തിൽ പല ഭീഷണികളിലൂടെ, സീമൈനുകളിലൂടെ ആണെങ്കിലും അപ്രതീക്ഷിതമായി നടത്തുന്ന ആക്രമണങ്ങളിലൂടെയാണെങ്കിലും ഹോർമുസ് ഇറാന്റെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവന്ന് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം ഇറാൻ നടത്തുന്നുണ്ട്. ദൈവം ഇറാന് വേണ്ടി കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ഒരു വരമാണ് ഹോർമുസ്, പ്രത്യേകിച്ച് ഈ യുദ്ധകാലത്തെന്ന് എം പി ഗാലിബാഫ് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘടകങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ലെബനനെ ഇറാന് ഒട്ടും വിട്ടുകളയാൻ സാധിക്കില്ല. ലെബനനിൽ കൂടി ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു സഖ്യകക്ഷിയാണ് യുദ്ധത്തിൽ അവരെ സഹായിക്കുക കൂടി ചെയ്തിരുന്നു. അതുകൊണ്ട് ലെബനന്റെ കാര്യം കൂടി സേഫാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇറാന്റെ ഒരു സാമ്പത്തിക സ്രോതസ്, അത് ആ ഒരു ഉദ്ദേശം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എണ്ണ കയറ്റുമതി അനുവദിക്കണമെന്നും അതുപോലെ സ്വത്തുവകകൾ വിട്ടു നൽകണം എന്നുള്ള കാര്യത്തിലും ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ശരി, വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, അതും അജയ് തന്നെ വിശദാംശങ്ങൾ നൽകും. അത് പൗരത്വ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ട്രംപിന് തിരിച്ചടി. ജനനാവകാശ പൗരത്വം, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിലനിൽക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന 150 വർഷം പഴക്കമുള്ള കീഴ്വഴക്കം നിലനിൽക്കുമെന്നാണ് ഭൂരിപക്ഷ വിധി. നിയമപരമായി അമേരിക്കയിൽ താമസിക്കുന്ന താൽക്കാലിക വിസക്കാരുടെ മക്കൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് റദ്ദാക്കിയിരുന്നു. ഈ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അജയ്, സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും. ട്രംപിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിട്ട് തന്നെ ഇത് കണക്കാക്കണം. കാരണം രണ്ടാമത് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവും കൂടി ഇതായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഇത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് പോവേണ്ടതെന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ പ്ലാനിങ്ങുകൾ തെറ്റി എന്ന് വേണം തന്നെ പറയാൻ. തീർച്ചയായിട്ടും അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം പറയുന്നത് അമേരിക്കയിൽ ജനിക്കുകയോ അല്ലെങ്കിൽ നിയമാനുസൃതം അവിടെ പൗരത്വം നേടുകയോ ചെയ്യുന്ന എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണ് എന്നുള്ളതാണ്. പക്ഷേ ട്രംപിൻ്റെ ഈ ഭേദഗതി കാരണം ഇപ്പോൾ പറയുന്നത് അനധികൃതമായിട്ട് US കുടിയേറി പാർത്തവരുടെ മക്കൾക്ക്, അങ്ങനെ ജനിക്കുന്നവർക്ക് ഒരിക്കലും US പൗരത്വം ലഭിക്കില്ല, അവർ US പൗരന്മാരല്ല എന്നൊരു ഭേദഗതിയാണ് ട്രംപ് വരുത്തിയത്. ഇത് ഇപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ട്രംപ് ഉയർത്തിക്കാട്ടിയ ഒരു വിഷയമായിരുന്നു. വലിയൊരു പ്രചരണ ആയുധമാക്കി ട്രംപ് കൊണ്ടുവന്ന വിഷയമായിരുന്നു. അതായത് US അനധികൃത കുടിയേറ്റക്കാർ കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, US പൗരന്മാരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു തുടങ്ങിയ വിഷയങ്ങളെല്ലാം ട്രംപ് ഉയർത്തിക്കാട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ കയറി ആദ്യം തന്നെ ഒപ്പിട്ട ബില്ലുകളിലൊന്നാണ് ഈ ജന്മാവകാശ പൗരത്വ നിയമത്തിലെ ഭേദഗതി എന്ന് പറയുന്നത്. 2025 ജനുവരി 20-നാണ് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ആ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് US സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. 9 അംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ചാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 6-3 ഈ ട്രംപിൻ്റെ ഉത്തരവ് തള്ളിപ്പോവുകയായിരുന്നു. 6 ജഡ്ജിമാർ വോട്ടിട്ടതനുസരിച്ച് ട്രംപിൻ്റെ ഉത്തരവ് നിലവിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് US സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിന് ലഭിക്കുന്ന 3ാമത്തെ വലിയ തിരിച്ചടിയാണ്. ഇതിനു മുൻപേ ട്രംപിൻ്റെ ഇറക്കുമതി തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫെഡറൽ റിസർവിൽ നിന്ന് ലിസ കുക്കിനെ അടിയന്തരമായി പുറത്താക്കാനുള്ള ട്രംപിൻ്റെ നീക്കം, ഇതും സുപ്രീം കോടതി എടുത്തു കളഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. പിന്നെ B-25 വിസയ്ക്ക് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ, അത് US-ന്റെ മറ്റ് കോടതികളിൽ ഇപ്പോൾ പരിഗണനയിലാണ്. അപ്പോൾ പലയിടത്തു നിന്നും ട്രംപിന് ഇപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി കിട്ടുന്നുണ്ട്. ആ തിരിച്ചടികളുടെ പുതിയൊരു അധ്യായമാണ് ഇപ്പോൾ ഈ ജന്മാവകാശ പൗരത്വ നിയമത്തിൽ ട്രംപ് കൊണ്ടുവന്ന മാറ്റത്തിലുള്ള ഈ തിരിച്ചടി. യെസ്, ട്രംപിന് കിട്ടുന്ന വലിയൊരു കനത്ത തിരിച്ചടിയാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വന്നിരുന്നൊരു മാറ്റമാണ് ജന്മാവകാശ പൗരത്വം നിലനിൽക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ പോലും അത് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. 9 അംഗ ബെഞ്ചാണ്, അതിൽ 6-3 ഈ വിധി പുറത്തു വന്നിരിക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.
3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകായിജി ഇന്ന് ഇന്ത്യയിലെത്തും. അധികാരമേറ്റതിനു ശേഷമുള്ള സനൈ തകായിജിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്രയുമാണിത്. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ തകായിജി പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജപ്പാൻ ഇന്ത്യ സംയുക്ത സാമ്പത്തിക ഫോറത്തിൽ ഇരു നേതാക്കളും പങ്കെടുക്കും. യൂറോപ്പിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു. ജൂൺ 21 ആരംഭിച്ച കൊടും ചൂടിൽ ഇതുവരെ 1300-ലേറെ പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങി യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും താപനില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. വാർത്തയിലേക്ക്. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി. അതീവ ഗൗരവമായ വിഷയമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ക്രമക്കേടിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും VD സതീശൻ പറയുന്നു. അരുണിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, മുഖ്യമന്ത്രി സഭയിൽ എന്താ പറഞ്ഞത്? ശരി, PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. കടുത്ത നിലപാട് തന്നെയാണ്, വളരെ ഗൗരവകരമായ വിഷയമാണെന്നും കൂടി യോഗത്തിൽ മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിലും കൂടിയാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ സമരമുഖത്തൊക്കെ ഇറങ്ങിയതാണ് ഉദ്യോഗാർത്ഥികൾ. എന്നാലും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാളുകളായി നീണ്ടുനിന്ന വാർത്തകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇതാ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. അരുൺ, വിശദാംശങ്ങൾ. അരുൺ, ഇപ്പോൾ ശക്തമായ ഒരു നിലപാട് മുഖ്യമന്ത്രി സഭയിൽ എടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സഭയിലല്ല മുഖ്യമന്ത്രി നിലപാടെടുത്തത്. ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം ഏറ്റവും വിശ്വാസമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് PSC. അവിടെയാണ് വലിയൊരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുന്നുമുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. അതിലാണ് മുഖ്യമന്ത്രി തന്റെ കടുത്ത നിലപാട് അറിയിച്ചത്. ഇതങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന വിഷയമല്ല. PSCയുടെ വിശ്വാസ്യത ചോരുന്ന സംഭവമാണ്. കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചന ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി നൽകി. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് മന്ത്രി ജനീഷിന്റെ നേതൃത്വത്തിൽ പരാതി നൽകും. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം. PSC നിലവിൽ റാങ്ക് പട്ടികയിൽ വിവാദത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണമാണ്. PSCയുടെ SP പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് SP-യുടെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതുപോരാ, ആ അന്വേഷണം പോരാ നിലപാടിലേക്ക് പൊതുവെ വിഷയം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതതല IPS ഉദ്യോഗസ്ഥൻ കുറയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കും. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. മുഖ്യമന്ത്രി വിഷയത്തിൽ കടുത്ത നിലപാടിലാണ്. ഇത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. PSCയുടെ നിയമന പ്രക്രിയയെ അതിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക്, അതിന്റെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറുന്നു എന്ന വിലയിരുത്തലാണ് ഉയർന്നു വരുന്നത്. ഈ നിയമനത്തിൽ ഇപ്പോൾ ആസൂത്രണ ബോർഡിന്റെ നിയമനത്തിൽ മാത്രമല്ല, നേരത്തെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, PRDയുടെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, അതുപോലെ KAS റാങ്ക് പട്ടിക എന്നിവയിലും വലിയ സംശയമാണുള്ളതെന്ന വിമർശനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വൈകാതെ ഇതിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. 10 വർഷത്തെ PSC നിയമനങ്ങളിൽ, പ്രധാനപ്പെട്ട തസ്തികകളുടെ നിയമനങ്ങളിൽ പരിശോധന വേണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ശരി, വ്യക്തമാണ്. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ തുടരണം. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിക്കുന്നു. അനധികൃത നിയമനം റദ്ദ് ചെയ്യണമെന്ന് മന്ത്രി OJ ജനീഷ്. KAS PRD നിയമനങ്ങളും സംശയത്തിലാണ്. അതീവ ഗുരുതരമായ ക്രമക്കേടെന്നും ആസൂത്രിത ശ്രമമുണ്ടോ എന്ന് സംശയിക്കുന്നതായും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ. PSCയുടെ നാളിതുവരെ നടത്തപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ച് ഒരു സ്ക്രീനിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉയർന്ന റാങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PSCയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്.
15 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ നൽകണമെന്ന ഘട്ടം നിലനിൽക്കെ അപേക്ഷകൾ നൽകിയാലും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഉത്തരക്കടലാസിൻ്റെ കോപ്പി ലഭിക്കുന്നതിന് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ ഈ PSCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ സർക്കാരിൻ്റെ സമീപനവും വളരെ പോസിറ്റീവായി തന്നെയാണ്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് സർക്കാരിനെ കൂടി അറിയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, ഇതിൽ PSC സംബന്ധിച്ചിടത്തോളം നേരത്തെ ഭരിക്കുന്ന സമയത്ത് തന്നെ UDF ഒരു കാര്യം പറഞ്ഞിരുന്നത് PSCയിൽ ഉദ്യോഗാർത്ഥികളെ താല്പര്യങ്ങൾക്കനുസരിച്ച് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വിശ്വാസമില്ല എന്ന് വേണം കണക്കാക്കാൻ. ഇതിൻ്റെ തീരുമാനം, ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? PSCയുടെ വിജിലൻസ് സംഘത്തിന് നേതൃത്വം നൽകുന്ന ഒരു SP ആണ്. പക്ഷെ കഴിഞ്ഞ കുറെ മാസങ്ങളായി അവിടെ SP എന്ന പദവി ഇപ്പോൾ ഇല്ല. DYSPക്കാണ് പകരം ചുമതല. അതുകൊണ്ട് തന്നെ SP അന്വേഷിച്ചാൽ പോലും അത് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകില്ല, സുതാര്യമാകില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഉന്നത ഏജൻസി അന്വേഷണം, ഉന്നത ഉദ്യോഗസ്ഥ അന്വേഷിക്കണം, IPS റാങ്കിലുള്ള IGO DIGO അത്തരം ഉദ്യോഗസ്ഥ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മനസ്സിലും അത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് അത്ര PSC മുഴുവൻ സംശയമില്ലാത്ത തരത്തിലേക്ക് അന്വേഷണം പോകാനും കഴിയില്ല. അതിന് പകരം അവിടെ എല്ലാ പരീക്ഷകളും പ്രശ്നത്തിലാണെന്നോ എല്ലാം പൂർണ്ണമായും തട്ടിപ്പാണെന്നോ ഉള്ള ഒരു ബുദ്ധിബോധം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാകും ഉണ്ടാവുക. ഈ സംശയമുള്ള തസ്തികകൾ മാത്രമായി ഒരുപക്ഷെ അന്വേഷണം ചുരുക്കും. ഇപ്പോൾ പുറത്തു വന്ന വളരെ കൃത്യമായ ക്രമക്കേട് നടന്നത് വ്യക്തമായത്, അതായത് 51 മാർക്കിന്റെ ചോദ്യം വാലിഡേറ്റ് ചെയ്യാതെ വിട്ട ആസൂത്രണ ബോർഡിലെ പോസ്റ്റുകൾ, അതിനൊപ്പം തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്. അവിടെ പക്ഷേ അയോഗ്യരായ ആളുകൾ കഴിഞ്ഞ 2 പരീക്ഷകളിലായി കടന്നുകൂടിയെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. വ്യാജ പ്രവൃത്തി വലിയ സർട്ടിഫിക്കറ്റ് അടക്കം PRD ഉന്നതർ ഇടപെട്ട് നൽകിയെന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് KAS ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നേരിട്ട് IASലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു പദവി കൂടിയാണ്. ആ KAS പരീക്ഷയിലും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പലയിടത്തും നിയമനം കിട്ടിയത്, അല്ലെങ്കിൽ അത്തരം അനുഭാവികൾ കിട്ടിയെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട പദവികളിലെങ്കിലും 10 വർഷത്തെ നിയമനങ്ങളിൽ നിയമന പ്രക്രിയയിൽ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അത് പൊതുവിൽ PSCയുടെ വിശ്വാസ്യതയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അന്വേഷണ നീക്കമാകും സർക്കാർ നടത്തുക. അരുൺ, ഈ PSCയുടെ വിശ്വാസ്യതയെ ബാധിക്കാതെ എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം സർക്കാർ വിലയിരുത്തിയതിന് ശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങും എന്ന് വേണോ കണക്കാക്കാൻ? അതോ അടിയന്തരമായി തന്നെ സഭയിൽ ഇത് ഉന്നയിച്ച് മുന്നോട്ടുള്ള നീക്കത്തിലേക്കായിരിക്കും? കാരണം നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും വൈകുമോ സർക്കാർ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. അധികം വൈകാനിടയില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ ഈ വിഷയം വന്നതാണ്. മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായി ഓട്ടോകജന്റെ വിഷയം വരുമ്പോൾ കടുത്ത അതൃപ്തിയും അതിലെ കടുത്ത അമർഷവും മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചു. സ്വാഭാവികമായും അത് അന്വേഷണം വൈകിപ്പിക്കില്ല എന്ന നിലപാടായി തന്നെ കാണേണ്ടി വരും. ജോർജ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ഈ മന്ത്രിസഭയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളിലും അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ PSC നമുക്കറിയാം യുവാക്കൾ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന സ്ഥാപനമാണ്. നേരത്തെയൊക്കെ അതിന് വിരുദ്ധമായ ചില സംഭവങ്ങൾ പരീക്ഷാ ക്രമക്കേടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ പൊതുവിൽ PSCക്ക് ഒരു വിശ്വാസതയുണ്ട്. അതിന് കോട്ട തരത്തിൽ അതിൽ ജനങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള അന്വേഷണമാകും. അവിടെ ഈ തട്ടിപ്പ് നടന്ന അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന സംഭവങ്ങളിൽ മാത്രം അവരെ മാത്രം പുറത്തു കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ ഈ 10 വർഷവും സ്വാഭാവികമായ ഒരു സ്ക്രീനിംഗ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതി റാങ്ക് പട്ടികയ്ക്ക് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ വലിയ ആശങ്കയിലാകും. അങ്ങനെ കൃത്യമായി പഠിച്ച് നേരായ വഴിയിലൂടെ പട്ടികയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികളെ ബാധിക്കില്ല. അല്ലാത്ത ഈ ക്രമക്കേടിലൂടെ കടന്നുകൂടിയവരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണമാകും സർക്കാർ നടത്തുക എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉന്നതതല അന്വേഷണത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. നിയമസഭ പിരിയുന്നുവെന്ന് ഗവർണർ അറിയിക്കാൻ ഒരു സാങ്കേതിക നടപടികൾക്ക് മാത്രമായാണ് മന്ത്രിസഭാ യോഗമെങ്കിലും ആ യോഗത്തിൽ ഇത്തരമൊരു ഔട്ട് ഓഫ് അജണ്ടയായ വിഷയം വന്നാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയധികം ഗൗരവമുള്ള വിഷയമായി ഇത് ഇതിനകം മാറിക്കഴിഞ്ഞു. ശരി, വ്യക്തമാണ്. ഇന്ന് തന്നെ ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും
തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ക്രമക്കേടിലൂടെ കടന്നുകൂടിയവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാം. സർക്കാർ അന്വേഷണത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം സർക്കാർ വിലയിരുത്തിയ ശേഷം ഒരു തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. PSC മൊത്തത്തിലായിട്ട് കരിനിഴലിൽ നിർത്താതെ ക്രമക്കേടിലൂടെ കയറിയവരെ മാത്രം പിടികൂടുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കാം സർക്കാരിൻ്റെയും ലക്ഷ്യം. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ UDF PSCയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യവും കൂടി ഉണ്ടായിരുന്നു. അതിനനുസരിച്ചായിരിക്കും സർക്കാരും അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ രാവിലെ ഈ വാർത്ത കൊടുത്ത സമയത്ത് ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിരുന്നു, അവധി പ്രഖ്യാപിച്ചു പക്ഷേ കണ്ണൂരിൽ മഴയില്ല എന്നുള്ളതാണ്. അങ്ങനെ മഴയില്ലാത്തൊരു സാഹചര്യത്തിലാണോ ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ഇടവിട്ട് അതിശക്തമായ മഴ പെയ്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളത്. ഇന്നലെ ഉച്ച മുതൽ നല്ല മഴയായിരുന്നു കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരും. അതാണ് ഈ ഒരു അവധി നൽകാൻ കാരണം പല പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ കീഴൂർ കടപ്പുറത്ത് ഒരു വീട് പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ശാരിക എന്ന് പറയുന്ന ഒരു വീടാണ് ഇങ്ങനെ തകർന്നു വീണത്. ഒരു 7 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. അതായത് ഈ ഒരു 5 പേർ, അതായത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 5 പേർ താമസിക്കുന്ന ഒരു വീടാണ്. ശാരിക, ഷാജി, ഇവരുടെ സഹോദരൻ ഷാജി എന്നിവർക്ക് ഇപ്പോൾ ഇതിൽ പരിക്കേറ്റുണ്ട്. കുട്ടികളൊക്കെ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ അത്രത്തോളം പേടിപ്പെടുത്തുന്നതാണ്. ഏതായാലും വലിയ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു പതിവ് പോലെ തന്നെ. അതുകൊണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. ഇപ്പോൾ തന്നെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ബേക്കൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇന്നലെ ഉച്ച മുതൽ പെയ്ത മഴ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് അപകടാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവധി നൽകിയത്. ഏതായാലും മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും ഉള്ളത്. ഹരി, ശരി, വ്യക്തമാണ്. കണ്ണൂരും കാസർഗോഡും ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ ഉണ്ട്. കാസർഗോഡ് ഒരു വീട് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ സഭയിലേക്ക് പോവുകയാണ്. സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. ഈ സംസ്ഥാനത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 600 കിലോമീറ്റർ കടലും അതുപോലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും ഉള്ള ചെറിയ പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. ഈ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക്സും അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങും എല്ലാം കൊണ്ടുവരികയും ഈ പോർട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടു വരികയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ഇക്കണോമിക് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബജറ്റ് പ്രസംഗത്തിന്റെ പലതരത്തിലുള്ള ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കി സർക്കാരിന് പൂർണ്ണമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിവിധ വികസന പദ്ധതികൾ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റും. മലബാറിന്റെ പോർട്ട് അത് രൂപീകരിച്ച് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ്. വളരെ മന്ദഗതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതിനെ ഊർജ്ജസ്വലമാക്കാൻ ആ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാറിൽ ഇതിന്റെ അകത്ത് വലിയ വികസന സാധ്യത മലബാറിലുണ്ട്. ഈ അഴീക്കൽ പോർട്ടും അതുപോലെ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടെ അഴീക്കോടൊക്കെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വികസന സാധ്യതകളുടെ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. ഗവൺമെന്റ് അത് ഫസ്റ്റ് പ്രയോറിറ്റിയായി, ഒന്നാമത്തെ പരിഗണനയായി വെച്ചുകൊണ്ട് ഈ പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തീർച്ചയായും അതിലൊരു പ്രയോറിറ്റി ഈ മലബാറിലെ ഈ വികസന സംരംഭങ്ങൾക്കുണ്ടാവും. ശ്രീ നജീബ് കാന്തപുരം.
സർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അന്ന് ആരംഭിച്ച ആ ഒരു വലിയ പദ്ധതി ഇന്ന് കേരളത്തിന് 2ാം ജനറേഷനിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വിഷൻ സമുദ്ര നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സർ, ഇതിനെ അക്കാഡമിയുമായി ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഒരു കാലത്തെ, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കാലാനുസൃതമായി നമ്മുടെ അക്കാഡമിക് നിലവാരത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ്. അപ്പൊ നമുക്ക് ഈ പോർട്ട് സിറ്റി എന്ന അങ്ങയുടെ ആശയത്തെ അക്കാഡമിയുമായി നമുക്ക് സമ്മിശ്രമായി നമുക്കൊരു സാധ്യത കൊണ്ടുവരാൻ അക്കാഡമിക് രംഗത്ത് കൂടി ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗവിടെ ചോദിച്ചത്. കാരണം ഇതിന് അക്കാഡമിക് രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം മാരിടൈം ഹിസ്റ്ററി ഉണ്ട്, അതൊരു വലിയ സബ്ജക്റ്റാണ്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ മാരിടൈം മ്യൂസിയം കാഴ്ചകൾ കാണാനുള്ള ഒരു മ്യൂസിയം മാത്രമല്ല, അതിനെ അക്കാഡമിക് ലോകവുമായി ബന്ധപ്പെടുത്തുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടി ഈ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകത്തിന്റെ മുഴുവൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും ഈ മാരിടൈം ഹിസ്റ്ററി അനാവരണം ചെയ്യപ്പെടുന്ന, പോർച്ചുഗീസുകാര് കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങിയത്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വീരോചിതമായ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. മാരിടൈം ഹിസ്റ്ററി, അതുപോലെ ലോജിസ്റ്റിക്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. മൂന്നാമത് മാരിടൈം ലോ. നമുക്ക് ബോംബെ കേന്ദ്രീകരിച്ച് ആണ് മാരിടൈം ലോയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷനുകളും മറ്റുള്ളത്. ഇപ്പൊ തന്നെ പല കോളേജുകളിലും, തിരുവനന്തപുരത്ത് തന്നെ മാറിവാനിയസ് കോളേജിൽ LLM കോഴ്സ് ഈ പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ LLM മാരിടൈം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഒരുപാട് മാരിടൈം ലോ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ, നിരവധി സബ്ജക്റ്റുകൾ കൂടി, തൊഴിൽ സാധ്യതയുള്ള നിരവധി അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത വഴിതുറക്കും. ഗവൺമെന്റ് ഗൗരവതരമായി അത് ഈ പോർട്ട് സിറ്റിയുടെ ഭാഗമായി അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കും. ശ്രീ സജി ചെറിയൻ. സാർ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി നിലവിൽ തന്നെ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. VV അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, വൻ വിദേശ നിക്ഷേപം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്ത് നമ്മൾ കണ്ടിരുന്നത്. ഏകദേശം 13,000 കോടി രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകുന്നത്, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്? വിഴിഞ്ഞത്ത് നിക്ഷേപം വലിയ വാർത്താ പ്രാധാന്യം കഴിഞ്ഞ ദിവസം നേടിയ വിഷയമാണ്. അതിലിപ്പോൾ മുഖ്യമന്ത്രി സർക്കാർ നിലപാട് പറയുകയാണ്, വ്യക്തമാക്കുകയാണ്. അങ്ങനെ വിഴിഞ്ഞത്തിന് വൻ രീതിയിൽ വ്യവസായ നിക്ഷേപം വരുന്നത് പ്രശ്നമില്ല, പക്ഷേ അതിന് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ നൽകിയത്. അദാനി ഓഹരികൾ MSC കമ്പനി വാങ്ങിയ സംഭവത്തിൽ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടില്ല. സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള തുറമുഖമാണ്, ഓഹരി പങ്കാളിത്തമുള്ള തുറമുഖമാണ്. സ്വാഭാവികമായും അവിടെ ഓഹരി വിവിധം വിറ്റഴിക്കുമ്പോൾ സർക്കാരിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അവിടെ അനുമതി ഇല്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അനുമതി ആവശ്യമാണ്. ഈ വിഷയത്തിൽ അനുമതി തേടി കമ്പനി സമീപിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് അതിലൊരു ഭിന്നതയുണ്ട് സർക്കാരിന്. കമ്പനിയുടെ നീക്കത്തിൽ, വിഴിഞ്ഞം തുറമുഖ കമ്പനി നീക്കത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. സർക്കാർ പ്രതിനിധികളൊക്കെ ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിൽ വലിയ പുതുച്ചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു വിവരമാണ്. പക്ഷേ അതിൽ സർക്കാരിൻ്റെ അതൃപ്തി വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പോർട്ട് ട്രസ്റ്റ് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയായ, അവിടെ വലിയ കമ്പനിയായ ഷിപ്പിംഗ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് രംഗത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയായ യൂറോപ്യൻ ഷിപ്പിംഗ്
കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC സ്വന്തമാക്കിയത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. $285 കോടി, അതായത് ഏകദേശം 27,000 കോടി രൂപയുടെ മൂല്യമാണ് ഈ ഓഹരി കൈമാറ്റത്തിൽ ഉള്ളത്. അങ്ങനെ കൈമാറുന്നത് സർക്കാരിൻ്റെ കൂടി അനുമതിയോട് വേണം. കാരണം സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ള, സർക്കാരിൻ്റെ കൂടി സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം. അങ്ങനെ കൈമാറുമ്പോൾ അത് എന്തുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി തേടിയില്ല ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും അതിൽ സർക്കാരിനുള്ള അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി. ഹരി, വ്യക്തമാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടിയതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഏകദേശം MSC വഴി 13,000 കോടി രൂപ നിക്ഷേപവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് 49% ഓഹരിയാണ് MSC കമ്പനി സ്വന്തമാക്കിയത്. അതിൽ സർക്കാരിന് അനുമതി നേടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപവും കൂടിയാണ് ഇത്. ഏകദേശം 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയും കൂടിയാണ്. ഇതെന്തായാലും സഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി നിലവിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്. നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, നല്ല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകുമ്പോൾ നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികളുമായി ഭരണാധികാരികൾ രംഗത്തിറങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുക, ആക്ഷേപങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും ആവർത്തിച്ച് ക്ലീഷേ വന്ന ഒരു വാചകമുണ്ട്. ട്രാക്ടർ വന്നപ്പോഴും അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഒക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അതൊരു 6,000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നുള്ളൊരു ആരോപണം പറഞ്ഞിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിന്റെ മറ്റൊരു വിരോധാഭാസമാണ്. പക്ഷേ CN രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഈ കൺസെഷനെയറുമായി ബന്ധപ്പെട്ടില്ലെന്നും അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുമുള്ള മികച്ച ഒരു പദ്ധതിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഫൈസൽ ബാബു. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സുഖകരമായ വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പ് 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്നു എന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന ഫലങ്ങൾ മലബാർ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ബേപ്പൂർ തുറമുഖം ആധുനികവൽക്കരിക്കുകയും അവിടെ ഒരു മൈനർ കണ്ടെയ്നർ ട്രാൻസ്മാൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡർ കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുന്നതിന്റെ സൂചനകളൊക്കെ നേരത്തെ CM ഇവിടെ പറഞ്ഞിരുന്നു. അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അതിന് പ്രത്യേകമായ പദ്ധതികളുണ്ടോ? സാർ, ഈ MSC കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അംഗം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സർക്കാരിന്റെ മുമ്പിൽ ഫയലൊന്നും വന്നിട്ടില്ല. സർക്കാരിന്റെ അനുമതിയോട് കൂടി മാത്രമേ അത്തരം ഒരു നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. സർക്കാരിന്റെ മുമ്പിൽ അത്തരം ഒരു കാര്യം വന്നാൽ സർക്കാർ അത് പരിശോധിക്കും. വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല, കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കാനുള്ള ഒരു പദ്ധതി. വിഴിഞ്ഞം ഒരു പ്രധാന പോർട്ടാണ്. കൊച്ചി പോർട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനലുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട ഒരു പരമ്പരാഗതമായ ഒരു തുറമുഖമാണ് ബേപ്പൂർ. തീർച്ചയായിട്ടും ബേപ്പൂരിന് അതിൽ വലിയ പ്രാധാന്യം ഉറപ്പായി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർട്ടുകൾ, ഒന്ന് കോവളം വിഴിഞ്ഞം, അതൊരു പോർട്ട്, കൊല്ലം, അരീക്കൽ, ബേപ്പൂർ, ഈ കാര്യങ്ങൾക്കാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ ലോജിസ്റ്റിക്സ് തന്നെ, നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്ന ലോജിസ്റ്റിക്സ് തന്നെ ഈ തീരങ്ങളിൽ അണയാൻ വേണ്ടിയിട്ട്, ഈ പോർട്ടുകളിൽ അണയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും അതിനോടുള്ള അനുബന്ധ സംവിധാനങ്ങളും ഈ പോർട്ടുകളിൽ ഉടൻ തന്നെ ഏർപ്പെടുത്തും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ടീം തന്നെ ഈ പോർട്ടുകൾ സന്ദർശിച്ച് അവിടെയുള്ള കുറവുകൾ മനസ്സിലാക്കി അടിയന്തരമായി ആ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങാനും ലോജിസ്റ്റിക്സ് തുടങ്ങാനും ഉള്ള ആഗ്രഹത്തിലാണ് ഗവൺമെന്റ്. അതിനുള്ള പ്രാരംഭമായ നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ശ്രീ VT ബൽറാം. സർ, വികസനത്തിന് ഇരകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അങ്ങയുടെ അഭിപ്രായം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. സർ, ഇവിടെ അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുത്തേക്കും. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് നടപടി എടുക്കുക. ആജ്ഞ രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇന്ന് തന്നെ
കേസെടുക്കാനുള്ള നടപടിയിലേക്ക് കടവന്ത്ര പോലീസ് നീങ്ങുമോ? ഹരികൃഷ്ണൻ, ഇന്നലെ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അടിയന്തരമായി കടവന്ത്ര പോലീസ് കേസെടുക്കാനുള്ള നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കടവന്ത്ര പോലീസ് ഈ കേസിൽ തെളിവില്ല, അതുകൊണ്ട് ഈ ടിനി ടോമിനെതിരെ കേസെടുക്കാനാകില്ല എന്നുള്ള നിലപാട് കോടതിയെ അറിയിച്ചിരുന്നതാണ്. അതേസമയം തന്നെ അതിനെതിരെ അൻസിബ ഹസൻ ടിനി ടോമിനെതിരെയും അതുപോലെ കടവന്ത്ര SHOയ്ക്കെതിരെയും പരാതി നൽകിയിരുന്നു, കോടതിയിൽ പരാതി നൽകിയിരുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 8 വിധിയാണ് അടിയന്തരമായി ടിനി ടോമിനെതിരെ കേസെടുക്കണം, പ്രത്യേകിച്ചും വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയാണ്. ഇതിലൊക്കെ അന്വേഷണം വേണം. ടിനി ടോമിനെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, ഈ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപാകെ പരാതി നൽകിയപ്പോൾ അതിൽ വേണ്ടത്ര നടപടികൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് അൻസിബ ഹസൻ പോലീസിനെ സമീപിക്കുന്നതും. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യഘട്ടത്തിൽ അൻസിബ പരാതി നൽകിയിരുന്നത്. ആ പരാതി പിന്നീട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാറുകയായിരുന്നു. ഇവിടെ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിലുള്ള ആളുകൾ, ടിനി ടോം അടക്കമുള്ളവർ തുടങ്ങിയവരെ എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു, പോലീസ് മൊഴിയെടുത്തിരുന്നു. അതേസമയം ഇത്തരത്തിൽ മതപരാമർശങ്ങൾ അല്ലെങ്കിൽ അൻസിബ ഹസൻ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു, അതുപോലെ ജിഹാദി എന്ന് അൻസിബ ഹസനെ വിളിക്കുന്നു, അവർക്കെതിരെ അവിഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അവരുടെ DNA ശരിയല്ല, ഡബിൾ ഡാഡി സിൻഡ്രോമാണ് അൻസിബയ്ക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മതിയായ അന്വേഷണം അമ്മയുടെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അൻസിബയുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ, പ്രത്യേകിച്ചും നമുക്കറിയാം സംവിധായകൻ കമൽ, അതുപോലെ നടൻ ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ അൻസിബയ്ക്ക് പിന്തുണയുമായി എത്തുന്നു. വർഗീയ പരാമർശം, മതപരാമർശമൊക്കെ നടത്തുന്നത് സിനിമയെ സംബന്ധിച്ച് ലജ്ജാവഹമാണെന്നുള്ള പ്രസ്താവനകൾ അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഇത് കേരളമൊട്ടാകെ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ, വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം എന്തുകൊണ്ടാണ് വൈകുന്നത്, അല്ലെങ്കിൽ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കടവന്ത്ര പോലീസ് ഈ വിഷയത്തിൽ ഇടപെടും, ഇന്ന് തന്നെ കേസെടുക്കുമെന്നാണ്. അടിയന്തരമായി തന്നെ പോലീസ് നടപടിയെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ആജ്ഞയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോളും കാണാം. എൽദോജി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.